ഗൾഫിൽ സ്വദേശിവൽക്കരണം പുരോഗമിക്കുകയാണ്. ഇതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന മലയാളികളുടെ എണ്ണവും വർദ്ധിക്കുന്നു. എന്നാൽ നമ്മുടെ ഭരണ സംവിധാനം ഇത് അത്ര ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ? വീക്കെൻഡ് അറേബ്യയുടെ മറ്റൊരു എപ്പിസോഡ് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണം അതിൻ്റെ വിപുലമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. മൊബൈൽ സേവന കേന്ദ്രങ്ങളിലും സ്വദേശിവൽക്കരണം വർദ്ധിപ്പിക്കാനാണ് സൗദി ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രായോഗിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി തന്നെ ആയിരക്കണക്കിന് മലയാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യവും രൂപപ്പെട്ടിരിക്കുന്നു. ഇത് ഇവിടെ മാത്രം പരിമിതപ്പെടും എന്നും കരുതാനാവില്ല. സൗദിയിൽ നടക്കുന്ന സ്വദേശിവൽക്കരണവും അതിൻ്റെ ഭാവി പ്രത്യാഘാതങ്ങളുമാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇക്കുറി ആദ്യം. സ്വന്തം നാട്ടിലെ ജനതയ്ക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി. തൊഴിൽ വിപണി ക്രമപ്പെടുത്താൻ പ്രഖ്യാപിച്ച നിതാക്കാത്തോടെയാണ് ഈ നടപടി നമ്മുടെ നാട്ടിൽ വാർത്തയായത്. ഓരോ ഗൾഫ് രാജ്യത്തും വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണ നടപടികൾ തുടരുകയാണ്. എണ്ണവിലയിടിവിന്റെ പ്രതിസന്ധികൾക്കിടയിലും സ്വന്തം പൗരന്മാരുടെ തൊഴിൽ ഉറപ്പുവരുത്താൻ ഓരോ ഗൾഫ് രാജ്യവും ശ്രദ്ധിക്കുന്നുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ മാർച്ചിൽ സൗദി തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫ്രജ് അൽ ഹക്കബാനിയുടെ പ്രസ്താവന പുറത്തുവരുന്നത്. 6 മാസത്തിനകം രാജ്യത്തെ മൊബൈൽ വിൽപ്പന സേവന മേഖലയിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണം നടപ്പാക്കുമെന്ന്. 2 ഘട്ടങ്ങളിലായി ദുൽഹജ്ജ് ആരംഭിക്കുന്നതിനു മുമ്പ് ഈ മേഖലയിൽ നിന്നുള്ള മുഴുവൻ വിദേശികളും മറ്റു തൊഴിൽ മേഖലയിലേക്ക് മാറണമെന്നായിരുന്നു നിർദ്ദേശം. ജൂൺ ആദ്യവാരത്തിനു മുമ്പായി 50%, സെപ്റ്റംബർ 5-നുള്ളിൽ സമ്പൂർണ്ണ സ്വദേശിവൽക്കരണവുമാണ് സൗദി ലക്ഷ്യമിടുന്നത്. And then there is another 90 days also, still all of those who are workers to finish their, if there is somebody who would like to finish his contract or choose another activity to transfer to, it's all open. And then the last 3 months, by the end of that, of the 6 months, they should be by that time. So what we gave them is actually almost more than 200 days to finalize their situation and change their contracts to go to another activity. വലിയ പിന്തുണയാണ് സൗദി സമൂഹത്തിൽ നിന്നും ഈ നടപടിക്ക് ലഭിച്ചത്. മൊബൈൽ മേഖലയിൽ പരിശീലനം നൽകാൻ തൊഴിൽ വകുപ്പ് സന്നദ്ധമാണെന്ന് അറിയിച്ചതോടെ 60,000-ഓളം യുവതീ യുവാക്കളാണ് പരിശീലനത്തിനായി രംഗത്ത് വന്നത്. രാജ്യത്തെ 13 പ്രവിശ്യകളിലെയും വൊക്കേഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇവർക്ക് 40 ദിവസത്തെ പരിശീലനം നൽകി. പരിശീലനം പൂർത്തിയാക്കിയ സ്വദേശികൾ സ്ഥാപനങ്ങളിലേക്ക് തൊഴിൽ തേടിയെത്തിയതോടെ വിദേശികൾക്ക് പകരം അവരെ നിയമിച്ചു തുടങ്ങി. എന്നാൽ ഇവരെ നിലനിർത്തി സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് കടയുടമകളുടെ വാദം. 4 സൗദിയെ നമ്മൾ പണിക്ക് വെച്ചിട്ടുണ്ട്. അവന് 2 മണിക്കാണ് 2 to റംസാൻ ആയതുകൊണ്ട് 2 to 5, ദെൻ 9 to 12 ആണ് അവൻ്റെ ഡ്യൂട്ടി ടൈം. ഒരു ദിവസത്തിൽ 6 മണിക്കൂർ. അവൻ 2 മണിക്ക് ഡ്യൂട്ടിക്ക് വരണമെങ്കിൽ ഞാനൊരു 10 മിനിറ്റെങ്കിലും അവനെ നിൽക്കാതെ വിളിച്ചിട്ട് വേണം അവൻ ഉറക്കത്തുനിന്ന് ഉണർന്ന് ഒരു 3 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്താൻ. അപ്പോൾ അതുകൊണ്ട് അവർ പണിക്ക് ഡ്യൂട്ടിക്ക് വരുന്നുമില്ല. മര്യാദക്ക് നമുക്ക് വലിയൊരു പേടിയിലും ബേജാറിലുമാണ് നമ്മൾ നിൽക്കുന്നത്. ചെക്കിങ് വരുമ്പോൾ നമ്മൾ ശരിക്കും സൗദിക്ക് നമ്മൾ 6,000 റിയാൽ ശമ്പളം കൊടുക്കണം, 5,000 റിയാൽ ശമ്പളവും 650 രൂപ ഇൻഷുറൻസും കൊടുക്കണം. പക്ഷെ അവൻ ഒരിക്കലും ഡ്യൂട്ടിക്ക് വരുന്നില്ല. സ്വദേശിനെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട്. അവരെ തൈമീനായിട്ടും 600 റിയാൽ തൈമീനായിട്ടും പിന്നെ 3,000 റിയാൽ അവർക്ക് മറ്റേ ശമ്പളം കൊടുക്കണം. നിലവിൽ ഈ മേഖലയിൽ സ്ഥാപനങ്ങൾ നടത്തുന്നതും ജോലി ചെയ്യുന്നതും ഭൂരിപക്ഷവും വിദേശികളാണ്. നിരവധി മലയാളികൾ ചെറുതും വലുതുമായ ധാരാളം സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെയെല്ലാം ജോലിയും ജീവിതമാർഗവുമാണ് ചോദ്യചിഹ്നമാകുന്നത്. ഇപ്പം ഇന്നത്തെ പുതിയ നിയമം വന്നിരിക്കണോ, നമുക്ക് ചെരുപ്പ് കടയിൽ പറ്റൂല, വാച്ച് കട പറ്റൂല, പിന്നെ പച്ചക്കറി പറ്റൂല, ഗോൾഡ് പറ്റൂല, പിന്നെ ടാക്സി പറ്റൂല. ഇങ്ങനെ കാറിൻ്റെ ആക്സറീസ്, കാർ വിൽക്കുന്നത്, നമുക്ക് പിന്നെ എവിടെ പണി കിട്ടുന്നത്? ഇതിൻ്റെ ഒന്നും ഈ കമ്പനി പുതുക്കില്ല. അപ്പോൾ നമുക്കിനി ഒരിക്കലും പണി കിട്ടാൻ ഇവിടെ സൗദി അറേബ്യയിൽ ഇനി ഒരു പണിക്ക് വിദേശിക്ക് ചാൻസ് ഇല്ല. സ്വദേശിവൽക്കരണം പ്രഖ്യാപിച്ചതോടെ മൊത്തക്കച്ചവടക്കാർ ഉൽപ്പന്നങ്ങൾ നൽകുന്നത് നിർത്തിവച്ചിരിക്കുന്നു. ക്രെഡിറ്റിൽ ചരക്ക് നൽകുന്നതും ഇല്ലാതായി. ഇതോടെ പല സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലാണ്. ലക്ഷക്കണക്കിന് റിയാലിന്റെ സാധനങ്ങൾ പല കടകളിലും ഇപ്പോഴും സ്റ്റോക്കുണ്ട്. 100% സ്വദേശിവൽക്കരണം ആവുന്നതോടെ ഇവയെല്ലാം എന്തു ചെയ്യുമെന്നറിയാതെ വലയുകയാണ് ഉടമകൾ. ഞങ്ങൾക്ക് ആദ്യം അവർ ചെക്കിങ്ങിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു പേപ്പർ തന്നു.
അന്ന് മുതലേ ഞങ്ങൾക്ക് ബിസിനസ്സിന് ഭയങ്കര ഡൗൺ ആയിട്ട് സാധനം ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ക്രെഡിറ്റ് ഞങ്ങൾ നിർത്തി, ക്രെഡിറ്റ് ഞങ്ങൾക്ക് ഒഴിവാക്കി. പിന്നെ ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ ഹോൾസെയിൽ റീറ്റെയിൽ ഒഴിവാക്കി. റമദാൻ ആരംഭിച്ചതോടെ കടകളിൽ പരിശോധനയും തുടങ്ങി. തൊഴിൽ മന്ത്രിയും സഹമന്ത്രിയും നേരിട്ട് പരിശോധനയ്ക്കെത്തിയതോടെ നിയമം ഏറെ കർശനമാകുമെന്ന് വ്യക്തമാണ്. പലയിടങ്ങളിലും ഇപ്പോൾ സ്ഥാപനങ്ങൾ തുറക്കാറില്ല. അത്തരം സ്ഥാപനങ്ങൾക്കെതിരെയും ശക്തമായ നടപടിയാണ് ഉണ്ടാകുന്നത്. സൗദികളെ നിയമിക്കാത്തതിന്റെയും പരിശോധന ഭയന്ന് തുറക്കാത്തതിന്റെയും പേരിൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന നടപടിയാണ് അധികൃതർ സ്വീകരിക്കുന്നത്. ആദ്യ ആഴ്ച തന്നെ പരിശോധനയിൽ 1000-ഓളം നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. നിയമം ലംഘിച്ച് തൊഴിലെടുക്കുന്ന പ്രവാസികളെ 20,000 റിയാൽ പിഴ ഈടാക്കി നാട്ടിലേക്ക് കയറ്റിയേക്കും. അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളിലും വിദേശികൾ ജോലിക്കെത്താറില്ല. വൻകിട കമ്പനികൾ 100 കണക്കിന് ആളുകളെ പിരിച്ചുവിട്ടു. പരിശോധന ശക്തമാകുന്നതോടെ കൂടുതൽ മലയാളികൾ തൊഴിൽ രഹിതരാകും. ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. കടകളെല്ലാം സെപ്റ്റംബർ 6 അടയ്ക്കേണ്ടി വരും. ഞങ്ങളുടെ മുന്നിൽ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോരുക എന്നല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല. ഞങ്ങളെ ഈ ടീമിൽ തന്നെ 10-60 പേര് സ്റ്റാഫായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും മലപ്പുറം ജില്ലയിലുള്ളവരുമാണ്. സൗദിയിൽ കറക്റ്റ് വരുന്നതുമില്ല. കറാച്ചി കൊണ്ട് ഷോപ്പ് നമുക്ക് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നതുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ഷോപ്പ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെപ്റ്റംബർ 1 മുതൽ കൂടി ഞങ്ങളിൽ നിന്ന് ഇവിടുന്ന് പൂർണ്ണമായിട്ടും മൊബൈൽ ഷോപ്പുകളിൽ നിന്ന് പോകാനാണ് അവർ പറയുന്നത്. 100% സൗദിവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. മൊബൈൽ മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല സ്വദേശിവൽക്കരണം. നിദാഖാത്തിന്റെ പുതിയ ഘട്ടം അടുത്ത ഹിജ്റ വർഷാരംഭത്തിൽ സർക്കാർ പ്രഖ്യാപിക്കും. ഇതിനകം പല മേഖലയിലും സ്വദേശിവൽക്കരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിൽ നിന്ന് പിറകോട്ടു പോകില്ലെന്നാണ് അധികൃതരുടെ തീരുമാനം. നിർമ്മാണ മേഖലയിലടക്കം പുതിയ അവസരങ്ങൾ പ്രവാസികൾക്ക് തുറന്നിട്ടുണ്ടെങ്കിലും മലയാളികൾ ഉൾപ്പെടെയുള്ള വിവിധ സമൂഹങ്ങൾക്ക് അത് വലിയ പ്രതീക്ഷ നൽകുന്നില്ല. പല കുടുംബങ്ങൾക്കും സന്തോഷത്തിൻ്റെതല്ലാത്ത വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിജീവനത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താൻ പ്രവാസികൾ പഠിച്ചേ തീരൂ.